സീകാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ ആധാരശിലയായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ സമഗ്രമായി പഠിക്കാനുള്ള ഒരു വേദിയാണ് ഈ സീകാറ്റ്. സീകാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത മാലാഖമാർ എന്ന വിഷയം തീർച്ചയായും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ ശാലോമിൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരും എഴുതി അറിയിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ശാലോമിൻ്റെ ഈ സീകാറ്റ് എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇന്നത്തെ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മോടൊപ്പമുള്ളത് ശാലോമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സുപരിചിതനും തിയോളജി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. CBCI ദേവീശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ റവറൻഡ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സുകൾ നയിക്കുന്നത്. അച്ഛനെ ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത് ചർച്ചകളിൽ പങ്കുചേരുന്നത് പേരാവൂർ ഫൊറോനയിലെ വിവിധ ഇടവകളിൽ നിന്നുള്ള മതാധ്യാപകരും അവരുടെ പ്രതിനിധികളാണ്. നിങ്ങൾ ഓരോരുത്തരെയും ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 3-ാം അധ്യായത്തിലെ 6-7 ഖണ്ഡങ്ങളാണ്. മനുഷ്യനും മനുഷ്യൻ്റെ പതനത്തെക്കുറിച്ചുള്ള ഭാഗങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും തയ്യാറായിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി ജോസഫ് അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ വിഷയങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നത് വിശ്വാസ പ്രമാണത്തിൻ്റെ ഘടനയനുസരിച്ചാണ് എന്ന് നമ്മൾ ഇതിനോട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അല്ലേ? ഓക്കെ, അപ്പോഴതിൽ ഈ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവം, ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവ് എന്നുള്ള ആ ഒരാശയത്തിൻ്റെ തന്നെ വ്യാഖ്യാനത്തിൽ വിടുന്നതാണ് ഏത്? അദൃശ്യമായവയായി സൃഷ്ടിച്ചതിനെക്കുറിച്ചാണ് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചത്. മാലാഖമാർ ദൃശ്യമായവയിൽപ്പെട്ടതാണ് ആര്? മനുഷ്യൻ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് തന്നിൽ എത്തിച്ചേരേണ്ടവനാണ് ഓരോ മനുഷ്യനും എന്നതാണ് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതി. ഈ സൃഷ്ടിയിൽ ദൈവം സൃഷ്ടി വിവരണത്തിൽ നൽകുന്ന സത്യം എന്താണ്? ദൈവമായ കർത്താവ് തൻ്റെ കരങ്ങൾ കൊണ്ട് മനുഷ്യനെ പൂഴിയിൽ നിന്ന് രൂപപ്പെടുത്തി. അതായത് മനുഷ്യൻ്റെ ഓരോ ശരീര അവയവത്തിലും ദൈവത്തിൻ്റെ കരസ്പർശമുണ്ട്. നമ്മുടെ മൂക്കൊക്കെ ഈ രീതിയിൽ ആക്കിയെടുക്കാൻ ദൈവം എത്ര മെനക്കെട്ടിട്ടുണ്ടാകും അല്ലേ? അതുകൊണ്ട് ദൈവമായ കർത്താവ് തൻ്റെ അതുല്യമായ കരവിരുത് കൊണ്ട് നമ്മളെ രൂപപ്പെടുത്തി. അങ്ങനെ ഒരു ശരീരം മാത്രമല്ല, നമ്മിലേക്ക് ദൈവീക ജീവൻ്റെ അംശം ദൈവം ഊതി എന്നാണ് പറയുന്നത്. ദൈവീക ജീവൻ്റെ അംശം മനുഷ്യനിൽ ദൈവം പങ്കുവച്ചു. അതാണ് മനുഷ്യനിലെ അമർത്യമായ ആത്മാവ് എന്ന് പറയും അല്ലേ? അപ്പോൾ ശരീരവും ആത്മാവും ചേർന്ന ഒരു ഏകത്വമാണ് മനുഷ്യ അസ്തിത്വം എന്നതാണ് തിരുസഭ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മിൽ ആത്മാവുണ്ട്, ശരീരമുണ്ട്. ഈ ശരീരവും ആത്മാവും ചേർന്ന മനുഷ്യാസ്തിത്വം ദൈവത്തെ അറിയാൻ, സ്നേഹിക്കാൻ, ദൈവത്തിലേക്ക് വളരാൻ പ്രത്യേക നിയോഗം കിട്ടിയ അസ്തിത്വമാണ്. പക്ഷേ ഇതിന് ദോഷം സംഭവിക്കുന്ന എവിടെയാണ്? മനുഷ്യൻ പാപം ചെയ്തപ്പോൾ. ആദി മാതാപിതാക്കളുടെ പാപം അതാണ് എല്ലാ പ്രതിസന്ധിക്കും കാരണമാണ്. ആദി മാതാപിതാക്കളുടെ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പലരും ഉന്നയിക്കാറുള്ളൊരു ചോദ്യമുണ്ട്. നിങ്ങൾ മതാധ്യാപകരായതുകൊണ്ട് തന്നെ നിങ്ങളോട് പിള്ളേർ ചോദിച്ചിട്ട് കാണും, ഈ ആദോ ഔവ്വായുടെയൊക്കെ വെറും കഥാരൂപത്തിൽ പറഞ്ഞെന്നല്ലേ ഉള്ളൂ, അങ്ങനെ ആദം ഉണ്ടായിരുന്നോ ഔവ്വ ഉണ്ടായിരുന്നോ, അവരൊന്നും ഇല്ലായിരുന്നേ പിന്നെ അവർ ചെയ്ത പാപം നമുക്കെല്ലാവർക്കും എങ്ങനെയാണ് കിട്ടിയത് എന്നൊക്കെ പല യുവജന ക്ലാസ്സിലും യുവജനങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട് അല്ലേ?
യെസ്, വാസ്തവത്തിൽ ഇതേക്കുറിച്ച് സാർവത്രിക മതബോധന ഗ്രന്ഥം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് പാപത്തിൻ്റെ അഥവാ മനുഷ്യ പതനത്തിൻ്റെ കഥ പറയുമ്പോൾ അതിൽ അക്കാലഘട്ടത്തിലെ ചില കഥാരൂപങ്ങളുടെ സൂചനകൾ ഉണ്ട് എങ്കിലും മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ സംഭവിച്ച ഒരു പതനത്തെ ഈ വിവരണം വ്യക്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇത് വെറും ഒരു കഥയാണ് എന്നൊരു സങ്കല്പത്തിൽ നിന്ന് അല്ല ഉത്ഭവഭാവത്തെക്കുറിച്ച് പറയുക. ആ കഥ അവതരിപ്പിച്ച രീതിയിൽ ചിലപ്പോൾ കഥാംശങ്ങളുണ്ടാകാം, ആ സംഭവത്തെ അവതരിപ്പിച്ച രീതിയിൽ കഥാംശങ്ങളുണ്ടാകാം. പക്ഷേ മനുഷ്യകുലത്തിൻ്റെ പതനത്തിന് നിമിത്തമായ ഒരു സംഭവത്തിന് ചരിത്രപരതയുണ്ട് എന്ന് തന്നെ ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ട സത്യമാണ്. ഇനി ഉത്ഭവഭാവം എന്ന് പറഞ്ഞാൽ എന്ത്? അത് മനുഷ്യ പ്രകൃതിക്ക് സംഭവിക്കുന്ന ഒരു കുറവാണ്. കുറവ് എന്ന് പറയുന്നതും പാപം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഉണ്ടായപ്പോൾ എനിക്ക് ഈ ഇടത്ത് കൈ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ ഉണ്ടാകാം അല്ലേ? ഇടത് കൈക്ക് പകരം ഇവിടം വെച്ച് എൻ്റെ ശരീരം തീർന്നു, ഇടത് കൈ ഇല്ല. ഇടത് കൈ ഇല്ലാതെ ഞാൻ ജനിച്ചു എന്ന് പറയുന്നത് പാപമാണോ കുറവാണോ? കുറവാണ് അല്ലേ? അതായത് അപ്പോൾ നമ്മൾ മറ്റ് പാപങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നത് പോലെ അല്ല ജന്മപാപത്തെ അല്ലെ ഉത്ഭവപാപത്തെ വിലയിരുത്തേണ്ടത്. ഉത്ഭവപാപത്തിലൂടെ സംഭവിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചാൽ മനുഷ്യ പ്രകൃതിക്ക് ഒരു കുറവ് സംഭവിച്ചു. ആ കുറവുള്ള മനുഷ്യ പ്രകൃതിയിൽ ആണ് പിന്നീടുള്ള എല്ലാ മനുഷ്യരും പങ്കുചേരുന്നത്. ആ എല്ലാ മനുഷ്യരും ആ പ്രകൃതിയിൽ പങ്കുചേരുന്നത് കൊണ്ട് മനുഷ്യ പ്രകൃതിക്ക് മുഴുവനായും ആ കുറവ് സംഭവിച്ചു. അതായത് പിന്നീട് വന്ന മുഴുവൻ മനുഷ്യർക്കും ആ കുറവ് സംഭവിക്കുകയാണ്. അതാണ് ജന്മപാപം ആയി രൂപാന്തരപ്പെടുന്നതിൻ്റെ കാരണം. അതായത് ആദം ഒരു പാപം ചെയ്തു, നമ്മൾ അതിനെക്കുറിച്ച് അറിവ് പോലുമില്ല, പിന്നെ നമ്മളെങ്ങനെയാണ് ആ പാപത്തിൻ്റെ ഉത്തരവാദികളായത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ആദാമിൽ നാം എല്ലാവരും ഉണ്ട്. നമ്മുടെ എല്ലാം ആദിപിതാവായ ആദാമിൽ മനുഷ്യപ്രകൃതി മുഴുവനുമുണ്ട്. ആ മനുഷ്യപ്രകൃതിക്ക് സംഭവിച്ച കുറവ് മനുഷ്യപ്രകൃതിയിൽ പങ്കാളികളാകുന്ന പിൽക്കാല തലമുറയ്ക്ക് മുഴുവനും ഉണ്ട്. അതാണ് അടിസ്ഥാനപരമായ വിഷയം. അപ്രകാരം ആ കുറവിലാണ് നാം പങ്കാളികളായത്. അതുകൊണ്ട് തന്നെ ജന്മപാപം മനുഷ്യനായി പിറന്ന എല്ലാവർക്കും ഉണ്ട്. പശുവിന് ജന്മപാപം ഉണ്ടോ? ഉണ്ടോ? പശുവിനും പോത്തിനും കുരങ്ങിനും ഒന്നും ജന്മപാപമില്ല. ജന്മപാപം ആർക്കേ ഉള്ളൂ? മനുഷ്യ. കാരണം മനുഷ്യ പ്രകൃതിക്കാണ് കുറവ് സംഭവിച്ചത് അല്ലേ? ആദാമിൻ്റെ മനുഷ്യപ്രകൃതിക്കാണ് കുറവ് സംഭവിച്ചത്. മനുഷ്യപ്രകൃതിയിൽ കുരങ്ങ് പങ്കുചേരുന്നില്ല, പോത്ത് പങ്കുചേരുന്നില്ല, പശു പങ്കുചേരുന്നില്ല. അതുകൊണ്ട് അവയ്ക്ക് ജന്മപാപം അല്ലേ? അതേസമയം മനുഷ്യൻ, അവന് പോത്തിൻ്റെ സ്വഭാവമാണെ പോലും അവനെന്തുണ്ട്? ജന്മപാപം. അതുകൊണ്ട് മനുഷ്യ പ്രകൃതിക്ക് സംഭവിച്ച കുറവാണ്. ഈ കുറവിലൂടെ നമ്മുടെ സ്വാഭാവിക വരപ്രസാദങ്ങൾ നഷ്ടപ്പെടുകയും ശരീരത്തിൻ്റെ മേലുള്ള ആത്മാവിൻ്റെ നിയന്ത്രണം പോവുകയും അതുപോലെ നമ്മൾ ദുരാശകൾക്ക് അടിപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ സംജാതമായി എന്നുള്ളതാണ് ഈ ജന്മപാപത്തിലൂടെ സംഭവിച്ച ദുരന്തം. എന്നാൽ നാം ആരും ഈ പാപത്തിൽ നശിച്ചു പോകാതിരിക്കാൻ ദൈവം ഏദേൻ തോട്ടത്തിൽ വെച്ച് തന്നെ രക്ഷകനെ വാഗ്ദാനം ചെയ്തു അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആദിമാതാപിതാക്കളുടെ കഥ വെറുതെ ഒരു കെട്ടുകഥയായിരുന്നെങ്കിൽ രക്ഷകൻ്റെ വരവ് തന്നെ ആവശ്യമില്ലാത്തതായിത്തീരും അല്ലേ? അതുകൊണ്ട് ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങളെ ചരിത്രാതീത ചരിത്രം എന്ന് വിളിക്കുമ്പോൾ തന്നെ അവയുടെ ചരിത്രപരതയിൽ ആ സംഭവങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ നാം ഗൗരവമായ ശ്രദ്ധ കൊടുക്കണം. ഒരു പരിധിവരെയും ചില ബൈബിൾ പണ്ഡിതന്മാർ ബൈബിൾ വ്യാഖ്യാനത്തിൽ വരുത്തിയ വിശിഷ്യ രൂപവിമർശകരായ
ബൈബിൾ പണ്ഡിതന്മാർ ചെയ്ത ഒരു വീഴ്ച എന്നെനിക്ക് തോന്നുന്നത്, ഇതിനകത്തെ കഥാംശങ്ങളെ വേർതിരിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഈ സംഭവങ്ങൾ മുഴുവനും വെറും കഥയാണ്, ഐതിഹ്യമാണ്, കെട്ടുകഥയാണ് എന്നൊക്കെയുള്ള ഒരാശയം എങ്ങനെയോ കൈമാറ്റം ചെയ്യപ്പെട്ടു. അത് തെറ്റാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ മനുഷ്യപതനത്തിൻ്റെ കഥയെ നാം വിലയിരുത്താനും സ്വീകരിക്കാനും എന്നോർക്കുക. വളരെ സങ്കീർണമായ വിഷയത്തിൽ നിങ്ങൾക്ക് ഒട്ടനവധി ചോദ്യങ്ങൾ ഉന്നയിക്കാനുണ്ടാവുമെന്നെനിക്കറിയാം. ആ ചോദ്യങ്ങളുമായി നിങ്ങൾക്ക് എന്നെ നേരിടാവുന്നതാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ ഈ പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ തന്നെ ആകണം എന്ന് എനിക്ക് വിചാരിക്കുന്നു. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങളിലൂടെ പ്രേക്ഷകർ ഈ എപ്പിസോഡിൽ പങ്കാളികളാവുക. നിങ്ങളെ കണ്ടിട്ട് വളരെ ബുദ്ധിജീവികളെ പോലെ ഉണ്ടെല്ലാവരും, അല്ലേ? തീർച്ചയായും നിങ്ങൾ മതാധ്യാപകരായതുകൊണ്ട് ആ ഇടവകയിലെ ഏറ്റവും ബുദ്ധിജീവികളാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളും വളരെ ബൗദ്ധിക നിലവാരമുള്ളതും ജീവിതഗന്ധമുള്ളതായിരിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. എല്ലാ ഭാവുകങ്ങളും നമുക്ക് കാണാം. എല്ലാവരും നല്ല സീരിയസ് ആയിട്ടുള്ള ചർച്ചയിലാണെന്ന് തോന്നുന്നല്ലോ. ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് വളരെ താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു അല്ലേ? മാലാഖമാരെ പോലെയുള്ള ആളുകളായതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണെന്ന് വിചാരിക്കുകയാണ്. ഞാനും ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ വളരെ കാര്യമായിട്ട് നമ്മൾ സംസാരിച്ചു. ഈ വിഷയം തീർച്ചയായും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എപ്പോഴും അഭിമുഖീകരിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി തീർച്ചയായും നമ്മളെ സഹായിക്കും അല്ലേ? നിങ്ങൾ ഒരുങ്ങിയെന്ന് വിചാരിക്കണം. ഒരുങ്ങിയോ? ഓക്കെ. അന്ന് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം അല്ലേ? ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? ക്രിസ്തു തൻ്റെ മരണം വഴി എല്ലാ പാപങ്ങളുടെയും മേൽ വിജയം വരിച്ചു. അങ്ങനെയെങ്കിൽ ഉത്ഭവ പാപം വീണ്ടും ഉണ്ടാകുന്നത് എങ്ങനെ? ഈ ചോദ്യം ചോദിച്ചത് മോളി ടീച്ചറാണ്. പേരാവൂർ ഇടവയിൽ നിന്ന് മോളി ടീച്ചറാണ്. ജോർജ് സാറും ചോദിക്കാനുണ്ട്, ചോദിച്ചോളൂ. അച്ഛാ, ഉത്ഭവഭാവത്തിൻ്റെ ഫലമായിട്ട് മനുഷ്യപ്രകൃതിയിൽ ഒത്തിരി ദുർഫലങ്ങൾ കാണുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വേദന, മരണം, അജ്ഞത ഇതിൻ്റെയൊക്കെ ആധിപത്യം നടക്കുന്നതായിട്ട് കാണുന്നു. ഒപ്പം ഈ മനുഷ്യരുടെ ഉത്ഭവമൊക്കെ അത് വ്യക്തിപരമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഉത്ഭവഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ അൽഫോൻസാമ്മയുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ നേരിട്ടതായിട്ട് നമുക്കറിയാം. ഈ അൽഫോൻസാമ്മയുടെ സഹനങ്ങൾ ഇങ്ങനെ പോകുവാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുവാൻ കാരണം ഉത്ഭവഭാവത്തിൻ്റെ ഫലമായിട്ടാണോ? അതൊന്ന് വിശദീകരിക്കാമോ? യെസ്, ഈ ഉത്ഭവപാപം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായൊരു വിഷയമാണ് എന്ന് നിങ്ങൾക്കറിയാം. അതേക്കുറിച്ച് ആമുഖ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതാണ് അല്ലേ? എന്താണ് അവിടെ പറഞ്ഞത്? ഉത്ഭവപാപം എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയുടെ വ്യക്തിപരമായ പാപമല്ല, അത് മനുഷ്യപ്രകൃതിക്ക് സംഭവിച്ച ഒരു കുറവാണ്. അതൊരു പാപമല്ല, പ്രവൃത്തി മൂലം സംഭവിക്കുന്ന ഒരു പാപമല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ആരെങ്കിലും ഒരു സംഗതി മോഷ്ടിച്ചു, അത് നമ്മൾ അറിഞ്ഞ് ചെയ്ത ഒരു പ്രവൃത്തിയാണ്, അതുമൂലം സംഭവിച്ച പാപമാണ്. അതേസമയം ഉത്ഭവ പാപം അപ്രകാരമുള്ളൊരു പാപമല്ല, അത് സ്വഭാവത്താലേ ഉള്ള അവസ്ഥയാണ് എന്നാണ് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുക. അതിന് വ്യത്യാസമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വിശുദ്ധ അക്വീനാസ് പുണ്യാളൻ പറഞ്ഞു അതിനെക്കുറിച്ച്. അതായത് ആദാമിൽ മനുഷ്യ കുലം മുഴുവനും ഒരൊറ്റ ശരീരമായിരുന്നു. അതായത് ആദിപിതാവായ ആദത്തിൽ നമ്മളും ഉണ്ടായിരുന്നു, ഇല്ലേ? അതിൻ്റെ ഏതോ ഒരു കണികാരൂപത്തിൽ നമ്മളും ആ ആദാമിൽ ഉണ്ടായിരുന്നു. കാരണം എന്താണ്? ആ ആദാമിലാണ് ദൈവം മനുഷ്യപ്രകൃതിയെ രൂപപ്പെടുത്തിയത്. ആരെല്ലാം ആ മനുഷ്യപ്രകൃതിയിൽ പങ്കാളികളാകുന്നു അവരെല്ലാവരും ആ ആദാമിലും പങ്കാളിയാണ്. അതുകൊണ്ട് വിശുദ്ധ അക്വീനാസിൻ്റെ ചിന്ത വളരെ പ്രസക്തമാണ്. അതായത് ആദാമിൽ മനുഷ്യകുലം മുഴുവനും ഒരൊറ്റ ശരീരം എന്നതുപോലെ സന്നിഹിതമായിരുന്നു. അതുകൊണ്ട് ആദാമിൻ്റെ പാപം മൂലം മനുഷ്യപ്രകൃതിക്ക് സംഭവിച്ച കുറവ്
മനുഷ്യപ്രകൃതിയുടെ പൊതു സ്വഭാവമായി, പൊതു അവസ്ഥയായി മാറി. അതുകൊണ്ടാണ് ആ ജന്മപാപം അഥവാ ഉത്ഭവപാപം എന്ന ആ ഒരു വിഷയത്തിൽ നാം എല്ലാവരും പങ്കാളികളാകുന്നത് എന്ന സത്യം ഓർക്കും. ഈശോയുടെ കുരിശുമരണത്തിലൂടെ ഉത്ഭവപാപത്തെ ഈശോ വിജയിച്ചു. ഉത്ഭവപാപം എന്ന് പറയുമ്പോൾ അതിൻ്റെ ദുരന്തം എന്താണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. ഉത്ഭവപാപത്തിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ 3 തരത്തിലാണ്. ഒന്ന്, നമ്മളിലെ അതിസ്വാഭാവിക വരപ്രസാദങ്ങൾ നഷ്ടപ്പെടുന്നത് മൂലം നമ്മൾ മരണത്തിന് അധീനരായിത്തീരുന്നു. അമർത്യത ഉണ്ടായിരുന്ന നമ്മൾ അതിസ്വാഭാവിക വരപ്രസാദങ്ങൾ നഷ്ടപ്പെടുന്നതിലൂടെ ശിക്ഷാവിധിക്കും മരണത്തിനും അർഹരായിത്തീരുന്നു. നമ്മുടെ ആത്മാവിന് ശരീരത്തിൻ്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അതാണ്, അതുവരെ നമ്മുടെ ആത്മാവ് ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. ശരീരം ആത്മാവിന് കീഴ്വഴങ്ങി ജീവിക്കുന്നതിൽ സന്തുഷ്ടമായിരുന്നു. ആ നിയന്ത്രണം നഷ്ടപ്പെട്ടു. മൂന്നാമതായിട്ട് സാർവത്രിക മതബോധന ഗ്രന്ഥവും അതുപോലെ വിശുദ്ധ അഗസ്തീനോസും പഠിപ്പിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിൽ അഥവാ നമ്മുടെ ആന്തരികതയിൽ ദൈവം നിക്ഷേപിച്ച അമൂല്യദാനമായ ലൈംഗികത, അത് സ്ത്രീ പുരുഷ സ്നേഹത്തെ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ദൈവം നിക്ഷേപിച്ച ആ കൃപ, അതിന് ഭംഗം വരികയും അത് തിന്മയ്ക്കുള്ള ഒരു വഴിയായി നാം ഉപയോഗപ്പെടുത്താൻ തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെ 3 ദുരന്തങ്ങളാണ് ജന്മപാപത്തിലൂടെ സംഭവിച്ചത്. ഈശോയുടെ കുരിശ് മരണത്തിലൂടെ സംഭവിക്കുന്ന എന്താണ്? ഈശോ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി, അഥവാ മനുഷ്യകുലത്തിൻ്റെ മേൽ പിശാചിന് ഈ 3 മേഖലയിലൂടെ കൈവന്ന ആധിപത്യം ഈശോ അവസാനിപ്പിച്ചു. പക്ഷേ ഇത് അവസാനിപ്പിച്ചു എങ്കിലും അത് മനുഷ്യന് സ്വന്തമാകണമെങ്കിൽ അവൻ വ്യക്തിപരമായി ഈശോയുടെ കുരിശ് മരണത്തിൻ്റെ വരപ്രസാദത്തെ കൗദാശികമായി സ്വീകരിക്കുകയും അതിനോട് സഹകരിച്ച് ജീവിക്കുകയും ചെയ്യണം. സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ ഞാൻ കണ്ണടച്ച് പിടിച്ചേച്ച് പറയുകയാണ്, ഇത് മുഴുവൻ അന്ധകാരമാണ്, ഇവിടെ ആരും ലൈറ്റ് ഇട്ടില്ലേ, ഇതാരാ ഈ പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ച് ഞാനിങ്ങനെ കണ്ണും അടച്ച് പിടിച്ചുകൊണ്ടിരുന്ന് വെച്ചിട്ട് ആകെ ഇരുട്ടാന്ന് പറയുന്ന പോലെ ഇരിക്കും അല്ലേ? അങ്ങനെ കാണിക്കുന്നതിൽ അർത്ഥമുണ്ടോ? കാരണം ഇവിടെ വെളിച്ചമുണ്ട്. ഈ വെളിച്ചം എനിക്ക് അറിയണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കണ്ണ് തുറക്കണം. എന്നതുപോലെ ഈശോയാകുന്ന സൂര്യൻ രക്ഷയുടെ പ്രകാശം സകല ജനപദത്തിനും സംലഭ്യമാക്കി. ഇനി നമ്മുടെ ഉത്തരവാദിത്വമാണ് ഏത്? നാം ഓരോരുത്തരും ആ രക്ഷയെ സ്വീകരിക്കുക എന്ന് പറയും. സാർ അതിനോട് ചേർത്ത് ചോദിച്ച ചോദ്യം, സഹനം വാസ്തവത്തിൽ ജന്മപാപത്തിൻ്റെ ഫലമാണോ എന്ന് ചോദിച്ചാൽ എല്ലാ സഹനങ്ങളും ജന്മപാപത്തിൻ്റെ ഫലമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നില്ല. പാപം മൂലമുണ്ടാകുന്ന സഹനങ്ങൾ എന്താകാം? ഒരു മനുഷ്യൻ നിർത്താതെ മദ്യപിച്ചു, ലിവർ സിറോസ് പിടിക്കുക അല്ലേ? ചെയിൻ സ്മോക്കറായ നിർത്താതെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നു, അദ്ദേഹത്തിൻ്റെ ലങ്സിന് ഗുരുതരമായ രോഗം ബാധിച്ചു, ശ്വാസകോശത്തിന് പ്രശ്നമുണ്ടായി. അതൊക്കെ എന്തുകൊണ്ടാണ്? ജന്മപാപം മൂലമുണ്ടായ പാപാസക്തിയും അതേ തുടർന്നുണ്ടായ സഹനങ്ങളുമാണ് എന്ന് പറയാം. പക്ഷേ ചില സഹനങ്ങൾ എന്താണ്? ഈ പാപാവസ്ഥയ്ക്ക് പരിഹാരം നിശ്ചയിക്കാൻ ദൈവം വ്യക്തികൾക്ക് നൽകുന്നത്. ഇപ്പോൾ അൽഫോൻസാമ്മയ്ക്ക് ദൈവം സഹനം കൊടുത്ത കാര്യം സാറ് പറഞ്ഞു. അതെന്തിനാണ്? പൗലോസ് അപ്പസ്തോലൻ കൊളോസ്യ ലേഖനം 3:17 പറഞ്ഞതുപോലെ മിശിഹായുടെ സഹനത്തിൻ്റെ കുറവിനെ ഞാൻ എൻ്റെ ശരീരത്തിൽ സംവഹിക്കുന്നു എന്ന് അപ്പസ്തോലൻ പറയും. എന്താ അതിൻ്റെ അർത്ഥം? ഈശോയുടെ സഹനത്തിന് കുറവൊന്നുമില്ല, അത് സമ്പൂർണ്ണ സഹനമായിരുന്നു. പക്ഷേ അതിൻ്റെ കുറവ് എന്താണെന്ന് അപ്പസ്തോലൻ പറയുക, അത് ആ ഒരു നിശ്ചിത സമയത്ത് പൂർത്തീകരിച്ച സഹനമാണ്. അതിനെ ഈ ലോകത്തിൻ്റെ അവസാനത്തോളം ഈശോയുടെ കുരിശിലെ ബലിയുടെ വരപ്രസാദം തുടരുന്നത് ആരിലൂടെയാണ്? ദൈവ തിരുനാമത്തിൽ ദൈവമഹത്വത്തിന് വേണ്ടി സഹിക്കാൻ സന്നദ്ധരാകുന്നവരിലൂടെയാണ് എന്നാണ് അപ്പസ്തോലൻ പറയുക. അതുകൊണ്ട് ചില സഹനങ്ങൾ ഈ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി കുരിശിലെ ബലിയുടെ തുടർച്ചയായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുകൂടി തിരിച്ചറിയും.
ഓക്കെ അച്ഛാ. ഇനി ആരാണ് അടുത്തൊരു ചോദ്യത്തിലേക്ക്? അച്ഛാ, എനിക്കൊരു സംശയമുണ്ട്. അതായത് ദൈവം മനുഷ്യനെയും അതുപോലെ തന്നെ സകല സൃഷ്ടികളെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ഈ സൃഷ്ടവസ്തുക്കളിൽ അന്തർലിഖിതമായിരിക്കുന്ന ജ്ഞാനവും അതുപോലെ തന്നെ ധാർമ്മികതയും എല്ലാം ദൈവം പ്രദാനം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആണെങ്കിൽ ബുദ്ധിമാന്യം സംഭവിക്കുന്നവർക്ക് ദൈവം എന്തുകൊണ്ട് ജ്ഞാനം പ്രദാനം ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഈ ചോദ്യം ചോദിച്ചത് പൂളക്കുറ്റി സൺഡേ സ്കൂളിലെ സോജിയ ടീച്ചറാണ്. സോജിയ ടീച്ചറിൻ്റെ ചോദ്യം പലർക്കും ഉണ്ടാകുന്നതാണ്. ദൈവമാണ് വ്യക്തികൾക്ക് ജ്ഞാനം നൽകുന്നത് എന്നുള്ളത് കൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായ കഴിവുകളുള്ള അല്ലെങ്കിൽ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജ്ഞാനമില്ലാതെ പോകുന്നു? വാസ്തവത്തിൽ അവർക്ക് ജ്ഞാനമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അവരുടെ ആ ജ്ഞാനം പ്രകടിപ്പിക്കുന്നത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ലാതെ പോകുന്നു എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ സത്യം, അല്ലേ? യെസ്. കഴിഞ്ഞ ഒരു എപ്പിസോഡുകളിൽ സമാനമായ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞ ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു. ദൈവം അവർക്ക് യഥാർത്ഥ ജ്ഞാനം നൽകിയിട്ടുണ്ട്. യഥാർത്ഥ ജ്ഞാനം എന്താണ്? ദൈവത്തെ സ്നേഹിക്കാൻ, പാപത്തെ വെറുക്കാൻ, തിന്മയെ ഉപേക്ഷിച്ച് ദൈവത്തിൽ എത്തിച്ചേരുക. അതാണ് ഒരു വ്യക്തിക്കുള്ള യഥാർത്ഥ ജ്ഞാനം എന്ന് പറയും, അല്ലേ? പലപ്പോഴും ഇപ്രകാരം ജീവിക്കുന്ന മക്കളാണ് ഉറപ്പായും സ്വർഗരാജ്യത്തിലെത്തുക. അപ്പോൾ അവർക്ക് ദൈവം ജ്ഞാനം കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മളെ പോലത്തെ വഴിതെറ്റിയ ജ്ഞാനം അവർക്കില്ല എന്നുള്ളതാണ് സത്യം. അവിടെ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകും, മോളിൽ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവമേ, നമ്മൾ നിസ്സഹായരായി കരുതിയിരുന്ന അവരായിരുന്നു യഥാർത്ഥ ജ്ഞാനികൾ, വലിയ പണ്ഡിതന്മാരെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന നമ്മൾ മണ്ടന്മാരായിരുന്നു എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ആരാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്? നിങ്ങളുടെ സംശയങ്ങൾ. ജയ്സ സാർ, ചോദിക്കോ? അച്ഛാ, ഒരു സംശയമുണ്ട്. ആത്മാവോടും ശരീരത്തോടും കൂടി സൃഷ്ടിക്കപ്പെട്ടവനാണെങ്കിലും മനുഷ്യൻ ഏകനാണ്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് തരാമോ? മനുഷ്യൻ ആത്മാവ് ശരീരമുണ്ട്, എങ്കിലും മനുഷ്യൻ ഒരു ഏകത്വമാണ്, അല്ലേ? ഒരേ ഒരു അസ്തിത്വമാണ് എന്ന് പറയുന്നത് അത് വളരെ പ്രസക്തമായ ഒരു താത്വിക പ്രശ്നമാണ്. ഇപ്പം പ്ലേറ്റോണിക് ചിന്താഗതിയുടെ പശ്ചാത്തലത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പ്ലേറ്റോ എന്ന് പറഞ്ഞ ഒരു വലിയ ഗ്രീക്ക് ചിന്തകനുണ്ട്. ഈ ഗ്രീക്ക് ചിന്തകൻ പറഞ്ഞു, മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറയുന്ന ശരീരവുമായി ഒരു ബന്ധവും ഇല്ലാതെ പരലോകത്ത് എവിടെയോ തൂങ്ങിക്കിടക്കുമെന്ന് പറഞ്ഞു. കടവാവൽ മരത്തിൻ്റെ കമ്പേ തൂങ്ങിക്കിടക്കുന്ന പോലെ ആത്മാവ് ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. പക്ഷേ എന്ത് സംഭവിക്കും? ഈ ഭൂമിയുടെ ഒരു നല്ല ശരീരം ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ആത്മാവിന് തോന്നി ഇത് കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച് അതിനകത്തേക്ക് ചാടിക്കഴിഞ്ഞപ്പോഴാണ് ആത്മാവിന് മനസ്സിലായത്, ഉടയതമ്പുരാനെ മുടിഞ്ഞു, ഇതെന്തൊരു ശരീരം, അല്ലേ? ഈ ശരീരത്തിൽ പെട്ടുപോയല്ലോ. ശരീരത്തിൻ്റെ തടവറയിൽ പെട്ടുപോയ ആത്മാവ് സർവശക്തി എടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കുതിച്ചു ചാടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്ലേറ്റോ പറയുന്ന മനുഷ്യൻ്റെ തലക്കെട്ട് ചുമ്മാ ഒരു മുട്ട് കൊടുത്താലും ചിലപ്പോൾ അവൻ മരിച്ചു പോകും. കാരണം എന്താ? ആത്മാവ് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഊർന്നു പോകാൻ നോക്കിയിരിക്കുകയായിരുന്നു. നല്ലൊരു ശരീരം കണ്ട ആത്മാവ് അവിടുന്ന് ചാടി വേറൊരു ശരീരത്തിൽ കയറുമെന്നാണ് പുള്ളി പറയുന്നത്. കുരങ്ങിൻ്റെ ആത്മാവ് ചാടി മനുഷ്യൻ്റെ ശരീരത്തിൽ കയറിക്കളയും. അപ്പോഴാണ് ഈ മനുഷ്യൻ കുരങ്ങിനെ പോലെ പ്രവർത്തിക്കുന്നതെന്നാണ് പ്ലേറ്റോയുടെ വാദം. അതായത് ഗ്രീക്ക് ചിന്താഗതിയിൽ ആത്മാവും ശരീരവും പരസ്പരം പൊരുതുന്ന, അവ തമ്മിൽ യാതൊരു സാധർമ്മ്യങ്ങളുമില്ലാത്ത വിരുദ്ധ ശക്തികളാണ്. എന്നാൽ ക്രിസ്തീയ വീക്ഷണത്തിൽ അങ്ങനെയല്ല. ആത്മാവും ശരീരവും പരസ്പര പൂരകങ്ങളും പരസ്പരം സ്നേഹിക്കുന്നതും പരസ്പരം ഒന്നായതുമായ സത്യമാണ്. അതുകൊണ്ട് ആത്മാവില്ലാത്ത ശരീരം എന്ന് പറഞ്ഞാൽ അത് വെറും മൃതശരീരമാണ്, അല്ലേ? അതുകൊണ്ട് ആത്മാവിൽ നിന്ന് വേർപെടുത്തിയ അവസ്ഥ. അതുകൊണ്ടാണ് നമ്മൾ ശരീരത്തിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു, അല്ലേ? ശരീരം മരണസമയത്ത് ആത്മാവിൽ നിന്ന് വേർപെടുമെങ്കിലും ആ ആത്മാവ് ഉയർത്തു വരുന്ന ശരീരവുമായി ഒന്നു ചേർന്ന് മനുഷ്യൻ്റെ ആ സമഗ്രതയെ പുൽകാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് വചനം പറയുക. അതുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്ന സത്യത്തിൻ്റെ സമഗ്രത പൂർത്തീകരിക്കുന്നത്
ആത്മാവും ശരീരവും തമ്മിൽ ചേരുമ്പോഴാണ്. അതുകൊണ്ടാണ് ശരീരത്തിൻ്റെ രക്ഷ, ശരീരത്തിൻ്റെ ഉയർപ്പ്, ഉയർത്തെഴുന്നേറ്റ ശരീരം സ്വർഗത്തിലെത്തുന്നു എന്നൊക്കെ നാം വിശ്വസിക്കുന്നതിൻ്റെയും കാരണം അവയുടെ ഈ ഒരു അവിഭാജ്യത മൂലമാണ്. താങ്ക് യു അച്ഛാ. ജോയ് സാർ ചോദിക്കും. അച്ഛാ, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നത് 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്നാണ്. എന്നാൽ ദൈവം മയങ്ങുന്നില്ല, ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറങ്ങുന്നില്ല എന്ന് സങ്കീർത്തകൻ പറയുന്നു. ഇതിൻ്റെ അർത്ഥം ഒന്ന് വ്യക്തമാക്കാമോ? അങ്ങനെ ചോദിച്ചാൽ ബൈബിളിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അതായത് സങ്കീർത്തനം, സാറ് പറഞ്ഞത് ശരിയാണ്. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറങ്ങുന്നില്ല, സർവശക്തൻ കണ്ണ് അടയ്ക്കുന്നു പോലുമില്ല, മയങ്ങുന്നു പോലുമില്ല. അങ്ങനെയെങ്കിൽ ഈ ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം ചെയ്യുന്ന പണി എന്താ? സൃഷ്ടി കഴിഞ്ഞ ഉടനെ വയ്യാന്നും പറഞ്ഞ് കയറിയും കിടന്നു എന്ന് പറഞ്ഞു, ഒരു ഫുൾ ഡേ വിശ്രമിച്ചു എന്നാണ് അല്ലേ? വാസ്തവത്തിൽ അത് ഒരു വിശ്രമത്തിൻ്റെ ആത്മീയതയാണ് സാബത്തിലൂടെ അവതരിപ്പിക്കുന്നത്. അത് എന്തിനാണ്? ദൈവത്തിന് വിശ്രമിക്കാൻ വേണ്ടി അല്ല ദൈവം സാബത്തുണ്ടാക്കിയത്. മറിച്ച് ദൈവം എന്ന് പറഞ്ഞത് എന്താണ്? നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, അന്നേ ദിവസം നിന്റെ ഭവനത്തിൽ പണിയെടുക്കുന്ന അടിമകളും പരദേശികളും നിന്റെ ഭവനത്തിലെ മൃഗങ്ങളും അന്ന് വിശ്രമിക്കണം, അവയെക്കൊണ്ട് യാതൊരു ജോലിയും ചെയ്യിപ്പിക്കാൻ പാടില്ല. വാസ്തവത്തിൽ ദൈവം അത് ആ സാബത്ത് കൊണ്ടുവരുന്നത് ആർക്കു വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടിയല്ല, മനുഷ്യന് വേണ്ടിയാണ്. 24 മണിക്കൂറും അടിമയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന, ആഴ്ചയിൽ 7 ദിവസവും പണിയെടുപ്പിച്ചുകൊണ്ടിരുന്ന സംസ്കാരത്തിൽ ദൈവം കൊണ്ടുവന്നു ഈ അടിമയായി ജോലി ചെയ്യുന്ന പാവപ്പെട്ടവന്, അവകാശങ്ങളില്ലാത്തവന്, അവന് വേണ്ടി ദൈവം വാദിക്കുകയാണ്. അവന് വേണ്ടി ഞാൻ നിശ്ചയിച്ച ദിവസമാണ് അത്, ഈ വിശ്രമത്തിൻ്റെ ദിവസം. അന്ന് നീ വീട്ടിൽ ഭക്ഷണം പോലും പാകം ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞു. ഇനി അങ്ങനെ പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നവരെ ഇതിനെക്കൊണ്ട് പാചകം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലേ? അതുകൊണ്ട് ദൈവം ഈ അടിമകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പണിയും സമ്മതിപ്പിക്കുകയാണ്. അതാണ് സാബത്ത് എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ വിശ്രമത്തെക്കുറിച്ചല്ല ബൈബിൾ പറയുക. മറിച്ച് ഇങ്ങനെ വിശ്രമിക്കാൻ അവകാശം നിഷേധിക്കപ്പെടുന്ന അധ്വാന വർഗത്തിന് വേണ്ടി, വിശിഷ്യ അടിമകളായവരും അവകാശങ്ങളില്ലാത്തവർക്കും വേണ്ടി ദൈവം ഏർപ്പെടുത്തിയ ഒരവകാശമാണ് സാബത്ത് എന്നാണ് നാം തിരിച്ചറിയുന്നത്. താങ്ക് യു അച്ഛാ. സാർ ചോദിക്കൂ. അച്ഛാ, ഒരു സംശയം. ക്രിസ്തുവിൻ്റെ മരണം ലോകപാപത്തിന് പരിഹാരമായിട്ടാണ്. ഇന്ന് എത്രയോ നിരപരാധികൾ ക്രിസ്തുവിന് വേണ്ടി ഭീകരരാൽ വധിക്കപ്പെടുന്നു. അവരുടെ മരണം ലോകപാപത്തിന് പരിഹാരമാകുമോ? ഒരുപാട് രക്തസാക്ഷികളൊക്കെ യെസ്, അതായത് ഈശോയുടെ മരണം ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി. അതുപോലെ ഇന്നത്തെ മനുഷ്യൻ്റെ സഹനങ്ങൾ, നിരപരാധിയുടെ സഹനങ്ങൾ, നിഷ്കളങ്കരുടെ സഹനങ്ങൾ, വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുന്നവരുടെ സഹനങ്ങൾ തീർച്ചയായും മനുഷ്യരുടെ രക്ഷയ്ക്ക് കാരണമാകും. കാരണം എന്താണ്? അവരൊക്കെ കുരിശിൽ മരിച്ച ഏകരക്ഷകനായ ഈശോ മിശിഹായിലുള്ള വിശ്വാസത്തിലേക്ക് മറ്റുള്ളവരെ ആനയിക്കാൻ വേണ്ടിയുള്ള സാക്ഷ്യമാണ് രക്തസാക്ഷിത്വത്തിലൂടെ നടത്തുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഉത്തരേന്ത്യയിൽ പോയി മരിച്ച സിസ്റ്റർ റാണി മരിയായെക്കുറിച്ച് നിങ്ങൾക്കറിയാം ഇല്ലേ? അപ്രകാരം സിസ്റ്റർ ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി മരിച്ചതോടെ ആ പ്രദേശത്ത് വലിയ ഉണർവുണ്ടായി. ആ പ്രദേശത്ത് ഒരുപാട് പേര് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു. എന്ന് മാത്രമല്ല, ഈ സിസ്റ്ററിനെ ആക്രമിച്ച വ്യക്തി ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയിട്ട് എന്താ ചെയ്യുക? സുവിശേഷം പ്രസംഗിക്കുവാണ് എന്നാണ് നമ്മൾ വായിച്ചറിഞ്ഞത്. അതൊക്കെ സൂചിപ്പിക്കുന്ന എന്താണ്? ഒരു നിരപരാധിയുടെ സഹനം, അതിന് രക്ഷാകരമായ മൂല്യമുണ്ട് എന്ന സത്യം. അതുകൊണ്ട് ഇങ്ങനെ തീവ്രവാദികളാൽ കൊല്ലപ്പെടുന്ന സത്യവിശ്വാസം രക്ഷിക്കുവാൻ വേണ്ടി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വരുന്ന ആരുടെയും ജീവിതം പാഴായി പോകുന്നതല്ല, മറിച്ച് വരും തലമുറകൾക്ക് വിശ്വാസത്തിൻ്റെ കെടാവിളക്കുകളായി അവരുടെയൊക്കെ ജീവിതങ്ങൾ നിലനിൽക്കും എന്നുള്ളതാണ് സത്യം.
ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സമയം ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ്. വളരെ നല്ല ഒരു ചർച്ച ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നു അല്ലെ അച്ഛൻ, എന്ത് തോന്നുന്നു? വളരെ നന്നായിട്ട് ഇവർ വിഷയം പഠിച്ചൊരുങ്ങിയാണ് വന്നത് എന്നും വളരെ കാലിക പ്രസക്തമായ വിഷയങ്ങൾ തന്നെ അവർ ചോദിച്ചെന്നാണ് ഞാൻ വിചാരിക്കുക. തീർച്ചയായും എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ക്ലാസ് നയിച്ച് മനോഹരമായി നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തന്ന പ്രിയപ്പെട്ട ജോസഫ് അച്ഛന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ക്രിയാത്മകമായ ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ മാത്രമല്ല, നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി കൂടി ചോദ്യങ്ങൾ ചോദിക്കുകയും വളരെ ആക്റ്റീവായി ഇന്നത്തെ ഈ എപ്പിസോഡിൽ പങ്കെടുക്കുകയും ചെയ്ത നിങ്ങൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ എപ്പിസോഡ് ശ്രദ്ധിച്ച ഷാലോമിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും എഴുതി ചോദിക്കുമല്ലോ. അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം.